ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. എന്നാലും മക്കളെ, നിങ്ങളെ ആരും മറന്നിട്ടില്ല. തീർച്ചയായിട്ടും +1 അപ്ഡേറ്റുകൾ വിദ്യാർത്ഥികൾ ഇന്ന് രാവിലെ മുതൽ തന്നെ കമന്റുകളിൽ ചോദിക്കുന്നുണ്ട് എന്താണ് അതിൻ്റെ അപ്ഡേറ്റ്. കാരണം ഇന്നലെ ഒരുപാട് മീഡിയകൾ ഇന്ന് വരുമെന്ന് മെയ് 28-നാണ് എക്സ്പെക്റ്റഡ് ഡേറ്റ് എന്ന് പറഞ്ഞ് കമന്റുകളും വീഡിയോകളും ഒക്കെ ചെയ്യുകയുണ്ടായി. അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ നമ്മൾ ഇന്നലെ തന്നെ ചെയ്തതാണ്. പക്ഷേ ഇന്ന് ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ വൈകിയത് നമ്മൾ DHSCയിലെ തന്നെ നമ്പറുകളിൽ വിളിച്ച് അവരിൽ നിന്ന് തന്നെ ഒരു ക്ലാരിഫിക്കേഷൻ മേടിച്ചു കഴിഞ്ഞാൽ ഈ റിസൾട്ടുമായി ബന്ധപ്പെട്ട വാർത്തകൾ അറിയുവാൻ വേണ്ടി കാത്തിരിക്കുന്ന പല വിദ്യാർത്ഥികൾക്കും അതൊരു വളരെ വലിയൊരു ആശ്വാസമായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ്. പക്ഷേ നമ്മൾ പല നമ്പറുകളിലായിട്ട് ട്രൈ ചെയ്തു, ഡയറക്റ്റ് നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല. എന്നാൽ പോലും വിദ്യാർത്ഥികൾ അറിയേണ്ട, നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാവിധ അപ്ഡേറ്റുകളും നമ്മൾ തീർച്ചയായിട്ടും വീഡിയോ രൂപത്തിൽ എത്തിക്കുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ കാര്യത്തിലേക്ക് തന്നെ പോവാം. +1 റിസൾട്ട് 2025 +1 പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ കാത്തിരിക്കുമ്പോൾ എന്ന് വരും എന്ന വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അറിയേണ്ടത് മെയ്യിൽ തന്നെ വരുമോ എന്നാണ്. ഇപ്പോൾ ഏറ്റവും പുതിയൊരു വാർത്ത, അതായത് ഗൂഗിളിൽ തന്നെ ഇന്ത്യൻ എക്സ്പ്രസ്, നമുക്കറിയാം ഇന്ത്യൻ എക്സ്പ്രസ് ഇതിനു മുമ്പും നമ്മുടെ +1 +2 SSLC പരീക്ഷ ഡേറ്റുകളൊക്കെ ടെൻറ്റേറ്റീവായിട്ട് അവർ പ്രവചിച്ചിട്ടുണ്ട്, അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ വെബ്സൈറ്റിൽ. അതിനനുസരിച്ച് വലിയ വ്യത്യാസമില്ലാതെ എന്തായാലും റിസൾട്ടുകൾ വന്നിട്ടുമുണ്ട്, അപ്ഡേറ്റുകൾ വന്നിട്ടുമുണ്ട്. അപ്പോൾ അവർ പറയുന്നതിനനുസരിച്ച് കഴിഞ്ഞ വർഷത്തത് മെയ് 28, 2024 ഇപ്പോൾ അവരുടെ വെബ്സൈറ്റ് പ്രകാരം പറയുന്നതനുസരിച്ച് എക്സ്പെക്റ്റഡ് മെയ് 2025. അതായത് ഇന്ന് മെയ് 28. ഇനി മെയ്യിൽ വരുവാണെങ്കിൽ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. മെയ് മാസത്തിനുള്ളിൽ തന്നെ വരുമെന്നാണ് അവർ എക്സ്പെക്റ്റഡ് ഡേറ്റ് ഉപയോഗിച്ച് അവരുടെ സൈറ്റിൽ പറയുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം ഈ ഒരു അധ്യയന വർഷം, പുതിയ അധ്യയന വർഷം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞ വർഷം ഈ ഒരു സമയത്ത് നമ്മുടെ റിസൾട്ട് +1 റിസൾട്ട് വന്നു. അതുപോലെ തന്നെ ഓൺലൈൻ മോഡായിട്ട് ഒരു മുൻ പ്രഖ്യാപനത്തിൻ്റെ ഒരു തരത്തിലുള്ള ഫെസിലിറ്റേഷനും ഇല്ലാതെ ജസ്റ്റ് DHSC ആ ഒരു റിസൾട്ട് നിങ്ങളിലേക്ക് എത്തിക്കും. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ചെക്ക് ചെയ്യാം. മെയ്യിൽ തന്നെ വരുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം. പക്ഷേ വൈകാനുള്ള സാധ്യത ഉണ്ടാകുമോ എന്ന് നമ്മൾ തേടുന്നുണ്ട്. കാരണം നമ്മൾ ഇതിനോടകം ലഭിച്ച ചില അറിയിപ്പുകൾ വെച്ച് ജൂൺ ആദ്യവാരം ഒക്കെ ആയേക്കാം എന്ന അപ്ഡേറ്റ് കൂടി വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അറിയേണ്ടത് ഇത്തവണയും ഇമ്പ്രൂവ്മെന്റ് എന്താണ്, +2 കഴിഞ്ഞ വർഷത്തെ +2 ബാച്ചിനെ പോലെ ആയിരിക്കുമോ, അതുപോലെ തന്നെ +1 റിസൾട്ട് വന്നതിന് ശേഷമുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാം കാത്തിരിക്കുക, നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. എന്തായാലും റിസൾട്ടിനെ ആലോചിച്ച് വളരെയധികം ടെൻഷൻ അടിക്കരുത്. എന്തായാലും നമുക്ക് ഉടൻ ഈ ഒരാഴ്ചയിൽ തന്നെ പ്രതീക്ഷിക്കാം. ഇപ്പോഴത്തെ അപ്ഡേറ്റുകൾ അനുസരിച്ച് നമ്മുടെ DHSCയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് സ്പെഷ്യൽ വീഡിയോ ആയിട്ട് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും. തൽക്കാലം നിർത്തുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റ.